ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ കോളേജിലെ ആർട്ട് ഫെസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. 2 ദിവസമാണ് നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാംസ് വരുന്നത്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഫസ്റ്റ് ഡേ. ഇന്ന് ഞാൻ സിനിമാറ്റിക് സോങ്ങിനും മാപ്പിളപ്പാട്ടിനും ലളിതഗാനത്തിനുമാണ് കേട്ടോ പേര് കൊടുത്തിട്ടുള്ളത്. അന്ന് ക്ലാസ്സിൽ പോയിട്ട് നമുക്കങ്ങനെ പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളാകെ 25 പേരേ ഉള്ളൂ. സീനിയേഴ്സ് വേഴ്സസ് ജൂനിയേഴ്സ് ആണ് നമുക്കിവിടെ കോമ്പറ്റീഷൻ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാവരും മാറി നിന്നാൽ നമുക്കവിടെ ഓഡിയൻസ് ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വേണമെന്നായിരുന്നു കേട്ടോ ടീച്ചേഴ്സ് പറഞ്ഞത്. അങ്ങനെ അധികം നിന്ന് കറങ്ങാതെ ഒരു 9-10 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മളിവിടെ സ്റ്റേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ പ്രസംഗവും പിന്നെ പദ്യപാരായണം, ലളിതഗാനം, മാപ്പിളപ്പാട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ രാവിലെ ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം നാടോടി നൃത്തം ഉണ്ടായിരുന്നു, ഭരതനാട്യം ഉണ്ടായിരുന്നു, പിന്നെ മൈം ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നത്. എനിക്ക് ഫസ്റ്റ് ഡേ ലളിതഗാനത്തിന് സെക്കൻഡ് പ്രൈസും അതുപോലെ മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് പ്രൈസും അടിച്ചു. സിനിമാറ്റിക് സോങ് എനിക്ക് അങ്ങനെ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതൊക്കെയായിരുന്നു ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. ഇന്നാണ് നമുക്ക് സ്റ്റേജിലെ മെയിൻ പ്രോഗ്രാംസ് വരുന്നത്. തിരുവാതിര, ഗ്രൂപ്പ് ഡാൻസ്, ടാബ്ലോ, അങ്ങനെ എല്ലാം ഇന്നത്തെ ഡേ ആണ് കേട്ടോ വരുന്നത്. കറക്റ്റ് സമയം തന്നെ പ്രോഗ്രാംസ് തുടങ്ങുമെന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന പാടെ നമ്മളിതാ തിരുവാതിരയ്ക്ക് വേണ്ടി റെഡിയാവുകയാണ്. ആദ്യത്തെ പ്രോഗ്രാം തിരുവാതിരയാണ് കേട്ടോ. ഇന്ന് ഏതെല്ലാം പ്രോഗ്രാം ഇറങ്ങുന്നുണ്ടോ അതിനെല്ലാം ഞാനുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ മുതലേ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പ്രോഗ്രാംസ് ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ പ്രൈസ് കൊടുക്കുന്ന ആ ഒരു ഫംഗ്ഷനാണ് നടക്കുന്നത്. സോ എല്ലാ പ്രോഗ്രാംസും പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള ഇതിലായിരിക്കും ടീച്ചേഴ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ മാറ്റി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ചേഞ്ച് ചെയ്ത് വരാൻ പറ്റുമോ എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതാ തിരുവാതിരയ്ക്ക് വേണ്ടി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നല്ല അമ്മച്ചി ലുക്കിൽ റെഡിയായി നമ്മൾ തിരുവാതിര കളിക്കാൻ പോവുകയാണ്. പ്രാക്ടീസിൻ്റെ ഒരു അഭാവം മൂലം നമുക്ക് പാട്ടിൻ്റെ പല ഭാഗങ്ങളും ട്രിം ചെയ്ത് കളയേണ്ടി വന്നു. അതുമല്ല നമ്മൾ സ്റ്റേജിൽ കയറിയപ്പോൾ പല സ്റ്റെപ്പുകളും നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നേ. തെറ്റിപ്പോയി ഗൈസ്. അമ്മ കുഴപ്പമില്ല, നമ്മൾ അറ്റൻഡ് ചെയ്തല്ല അല്ലേ. അടുത്ത് നാടൻ പാട്ടാണ്. നാടൻ പാട്ടിന് ഇതാ റെഡിയാ. മുടി വെച്ച് നല്ല രസമുണ്ടല്ലേ. നാടൻ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഭൈരവൻ പാട്ടാണ് നമ്മൾ പാടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ പ്രാക്ടീസ് സെക്ഷനിലൊന്നും അധികം ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ പാടുന്നത് കേട്ടാണ് കേട്ടോ ഞാൻ ഏറെക്കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് നാടൻ പാട്ടിന് ഫസ്റ്റ് അടിച്ചു. പിന്നെ തിരിച്ച് വന്ന് അടുത്ത കോസ്റ്റ്യൂം മാറ്റി ഇതാ പോകുന്നത് ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇറക്കിയ പ്രോഗ്രാംസിൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഗ്രൂപ്പ് ഡാൻസ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ വാടകയ്ക്ക് എടുത്ത് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് സൂപ്പർബായിട്ട് നമുക്ക് പെർഫോം ചെയ്യാനും പറ്റി. ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് ഡാൻസിനായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അടുത്തതാണ് ടാബ്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടാബ്ലോ എന്ന് പറഞ്ഞാൽ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എനിക്കത് ചെറിയ കാര്യം മതി ഞാൻ ചിരിക്കും. അങ്ങനെയുള്ള ഞാൻ ചിരി കൺട്രോൾ ചെയ്തൊക്കെ നിൽക്കാമെന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. അങ്ങനെ നമ്മുടെ ടാബ്ലോയ്ക്കും നമുക്ക് ഫസ്റ്റ് കിട്ടിയാണെങ്കിൽ നമ്മൾ ഫുൾ ഹാപ്പി മൂഡായിട്ടോ പ്രോഗ്രാംസ് ഒക്കെ തീരാനായപ്പോൾ. കാരണം നമ്മൾ സെക്കൻഡ് ഡേ ഇറക്കിയതിൽ നമുക്ക് തിരുവാതിരയ്ക്ക് മാത്രം സെക്കൻഡ് ആയിപ്പോയത്. ബാക്കി എല്ലാ പ്രോഗ്രാംസിനും നമുക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടി. സോ നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷമായിരുന്നു നമുക്ക്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉച്ചയ്ക്ക് മുന്നേ തന്നെ നടത്തി. ഈ ക്ലാസ്സിൽ എല്ലാവർക്കും പ്രൈസ് കിട്ടി. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. പിന്നെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോയി ഫുഡ് കഴിക്കാന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അത്രയും നേരം ഇല്ലായിരുന്ന ആഗ്രഹങ്ങൾ ഓരോരുത്തർക്കായിട്ട് പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. കുഴിമന്തി കഴിക്കണം എന്നായിരുന്നു ആ ആഗ്രഹം. പിന്നെ നമ്മൾ കുറച്ച് പേര് ഒറ്റ മൈൻഡിൽ കഴിക്കാൻ പോവാം എന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ നമ്മളെല്ലാവരും ആഹാരം കഴിക്കാൻ വേണ്ടി കോവളത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടോ. കോവളത്തുനിന്ന് എനിക്ക് വീട്ടിലോട്ട് അടുത്തായത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ പോവാം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. പക്ഷെ നല്ല കുറച്ച് സമയമായിരുന്നു. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് ഗോസിപ്പുകളൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഓരോരുത്തർ ഓരോ ദിശയിലേക്ക് പോയി. എനിക്ക് അവിടെ നിന്ന് അടുത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ റൂട്ടിലേക്ക് പോകുന്ന ഒരു ഓട്ടോ മാമനെ കണ്ടു.
കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മാമൻ എനിക്ക് ലിഫ്റ്റൊക്കെ തന്നിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ആർട്സ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.